നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നെനിക്ക് ഇങ്ങനെയൊരു വീഡിയോ ഇടേണ്ടി വന്നതിൽ വളരെയധികം ഖേദമുണ്ട്. ഇതിന് തൊട്ടു മുമ്പുള്ള എൻ്റെ പുണർതം 4, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ സൂക്ഷിക്കുക, ഗ്രഹപ്പിഴ സമയം വരുന്നു എന്ന വീഡിയോയ്ക്ക് താഴെ ഒരു പ്രേക്ഷകനിട്ട കമൻ്റാണ് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതായത് അദ്ദേഹമിട്ട കമൻ്റ് എന്തെന്നാൽ, മറ്റ് ജ്യോത്സ്യന്മാർ ഇപ്പോൾ നല്ല സമയമാണെന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നു സമയം മോശമാണെന്ന്. ആരെ വിശ്വസിക്കും? അദ്ദേഹം പറഞ്ഞത് ന്യായമായ കാര്യമാണ്. പലരും ഇവർക്ക് നല്ല സമയമാണെന്ന് പറയുമ്പോൾ ഒരാൾ നല്ല സമയമല്ല എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകാം. ഇതിനു മുമ്പും പല വീഡിയോകളിലും പല പ്രേക്ഷകരും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതിൽ ആര് പറയുന്നതാണ് ശരിയെന്നറിയണമെങ്കിൽ പ്രേക്ഷകർക്ക് ജ്യോതിഷത്തെക്കുറിച്ച് സാമാന്യ അറിവെങ്കിലും ഉണ്ടായിരിക്കണം. സാധാരണ ജനങ്ങൾക്ക് ജ്യോതിഷത്തിൻ്റെ ബാലപാഠം പോലും അറിയില്ല എന്നും, പ്രേക്ഷകരെ സുഖിപ്പിക്കുവാൻ വേണ്ടി വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറഞ്ഞാൽ ധാരാളം ആൾക്കാർ കാണുമെന്നും, കൂടുതൽ വ്യൂസും ലൈക്കും നല്ല കമൻറ്റുകളും കിട്ടുമെന്നുമുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തകര കുരുക്കുന്നത് പോലെ ജ്യോതിഷ ചാനലുകൾ പൊട്ടിമുളയ്ക്കുന്നതും സുഖിപ്പീര് വീഡിയോകൾ മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നതും. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത്, അതായത് പ്രേക്ഷകർ ജ്യോതിഷത്തിൻ്റെ ബാലപാഠമെങ്കിലും അറിഞ്ഞിരിക്കണമെന്ന്. എൻ്റെ പല വീഡിയോകളിലായി ജ്യോതിഷത്തിൻ്റെ ബാലപാഠങ്ങളായ രാശികളുടെ പേരുകൾ, രാശികൾ എങ്ങനെയാണ് എണ്ണേണ്ടത്, ഏതൊക്കെ രാശികളിലായാണ് ഓരോ നക്ഷത്രങ്ങളും വരുന്നത്, നവഗ്രഹങ്ങൾ ഏതൊക്കെയാണ്, ഗ്രഹങ്ങളുടെ ഉച്ചരാശികൾ, മൂലക്ഷേത്രങ്ങൾ, സ്വക്ഷേത്രങ്ങൾ, ബന്ധുക്ഷേത്രങ്ങൾ, നീചക്ഷേത്രങ്ങൾ എന്നിവ ഏതൊക്കെയാണ്, ഗ്രഹങ്ങളുടെ ദൃഷ്ടിക്രമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ശുഭഗ്രഹങ്ങളും പാവഗ്രഹങ്ങളും ആരൊക്കെയാണ്, ആഴ്ചകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ലഗ്നാധിപൻ ആരാണ്, ലഗ്നം എങ്ങനെയാണ് അറിയുന്നത്, ലഗ്നഭാവം തൊട്ട് ഓരോ ഭാവങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുവേണ്ട ജ്യോതിഷത്തിൻ്റെ സാമാന്യ തത്വങ്ങൾ അടങ്ങിയ പല വീഡിയോകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവയിലെല്ലാം ഓരോ കാര്യങ്ങളും നിർത്തി വളരെ ലളിതമായാണ് പറഞ്ഞിട്ടുള്ളത്. അതിനും പലരും നോക്കി വായിക്കുകയാണെന്ന് കമൻ്റ് ഇടാറുണ്ട്. ഓടിച്ചിട്ട് പറഞ്ഞു പോയാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകില്ല എന്ന് കരുതിയാണ് നിർത്തി പറയുന്നത്. ഇവയൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ ആര് പറയുന്നതാണ് ശരിയെന്ന് പ്രേക്ഷകർക്ക് നിഷ്പ്രയാസം മനസ്സിലാകും. ആരും അതിന് മെനക്കെടാറില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ വക സംശയങ്ങൾ ഉടലെടുക്കുന്നത്. ജ്യോതിഷം പഠിക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിലെ സങ്കീർണമായ ഗണിതങ്ങളും അവയുടെ ഫലങ്ങളും മറ്റും പഠിച്ചിരിക്കണം. ഇത് അത്ര എളുപ്പമല്ല. എന്നാൽ ജ്യോതിഷത്തിൻ്റെ ബാലപാഠം ആർക്കും അല്പം ശ്രമിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഓരോ വീഡിയോകളിലും എന്തുകൊണ്ടാണ് ഇവർക്ക് നല്ലതാണെന്ന് പറയുന്നതെന്നും എന്തുകൊണ്ടാണ് ഇവർക്ക് മോശമാണെന്ന് പറയുന്നതെന്നും ഉദാഹരണ സഹിതം അക്കമിട്ട് പറയുന്നുണ്ട്. അതല്ലാതെ ഓടിച്ചിട്ട് പറയുകയല്ല ചെയ്യുന്നത്. ഉദാഹരണമായി കഴിഞ്ഞ വീഡിയോയിൽ പുണർതം നക്ഷത്രം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ഗ്രഹപ്പിഴ സമയത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഗ്രഹപ്പിഴ സമയമാണെന്ന് പറയാനുള്ള കാരണമെന്ന് ഓരോ ഗ്രഹങ്ങളുടെയും ഇപ്പോഴുള്ള സ്ഥിതിയെക്കുറിച്ച് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ കൂറ് ഏതാണെന്നും ചാരവശാൽ ഭാവം എങ്ങനെയാണ് നോക്കേണ്ടതെന്നും മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കിയിരുന്നാൽ
ആര് പറയുന്നതാണ് ശരിയെന്ന് പ്രേക്ഷകർക്ക് സ്വയം ബോധ്യപ്പെടാവുന്നതേയുള്ളൂ. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 1/8/2026 മുതൽ 22 ദിവസത്തേക്ക് എല്ലാ ഗ്രഹങ്ങളും ചാരവശാൽ അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. സൂര്യനും വ്യാഴവും ബുധനും ജന്മരാശിയിലും, കേതു 2-ലും, ശുക്രൻ 3-ാം ഭാവത്തിൽ നീചത്തിലും, രാഹു അഷ്ടമത്തിലും, ശനി 9-ാം ഭാവത്തിലും, ചൊവ്വ 12-ാം ഭാവത്തിലുമാണ് കർക്കിടകക്കൂറുകാർക്ക് മേൽപ്പറഞ്ഞ സമയം സഞ്ചരിക്കുന്നത്. ഇതിൽ ശുക്രനൊഴിച്ച് മറ്റു ഗ്രഹങ്ങൾ എല്ലാം അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ശുക്രൻ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും നീച രാശിയിലായത് കാരണം നല്ല ഫലം ചെയ്യില്ല. ചന്ദ്രൻ 2.25 ദിവസങ്ങൾ കൂടുമ്പോൾ ഇഷ്ടരാശിയിലും അനിഷ്ടരാശിയിലുമായി മാറി മാറി സഞ്ചരിക്കുന്നത് കാരണം കാര്യമായ ഗുണഫലങ്ങൾ ദീർഘനാളത്തേക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് കർക്കിടകക്കൂറുകാർക്ക് ചാരവശാൽ ഇപ്പോൾ ഗ്രഹങ്ങളെല്ലാം പിഴച്ചു നിൽക്കുന്ന സമയം അഥവാ ഗ്രഹപ്പിഴ സമയമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളും അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം നല്ല സമയമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജ്യോതിഷത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ആര് പറയുന്നതാണ് ശരിയെന്ന് ബോധ്യപ്പെടണമെങ്കിൽ ജ്യോതിഷത്തെക്കുറിച്ച് സാമാന്യ പരിജ്ഞാനമെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സമയം നല്ല ദശാപഹാര സമയം നടക്കുന്നവർക്ക് കാര്യമായ ദോഷഫലങ്ങൾ അനുഭവപ്പെടുകയില്ല എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രഹപ്പിഴ സമയമായതുകൊണ്ട് എന്തെല്ലാം സൂക്ഷ്മത പുലർത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ട സമയങ്ങൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് കാണുന്നത് അതല്ല. പലരും സമ്പൂർണ്ണ ജാതകം എഴുതി പെട്ടിയിൽ സൂക്ഷിച്ചു വയ്ക്കും. അതിൽ എന്താണ് പറയുന്നതെന്ന് ഒരിക്കൽ പോലും വായിച്ചു നോക്കാറില്ല. ഉദാഹരണമായി അതിൽ വിവാഹത്തിൻ്റെ സമയം എപ്പോഴാണെന്ന് എഴുതിയിട്ടുണ്ടാവും. അത് നോക്കി അതിൽ പറയുന്ന സമയം വിവാഹത്തിന് ശ്രമിച്ചെങ്കിൽ മാത്രമേ വിവാഹം തക്ക സമയത്ത് നടക്കുകയുള്ളൂ. ചിലർക്ക് നേരത്തെ തന്നെ വിവാഹം നടക്കും, മറ്റു ചിലർക്ക് താമസിച്ചേ വിവാഹം നടക്കുകയുള്ളൂ. ഇതെല്ലാം ഓരോ ജാതകത്തിലെയും ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ്. അത് നോക്കി സമയത്തിന് വിവാഹാലോചന നടത്താതെ സമയം കഴിഞ്ഞു പോകുമ്പോൾ നെട്ടോട്ടമോടുന്ന പലരെയും നമുക്ക് കാണുവാൻ കഴിയും. ഒരാൾക്ക് ജാതകഫലങ്ങളും ഇപ്പോൾ ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഫലങ്ങളും, അതായത് ഗ്രഹചാര ഫലങ്ങളും നല്ലതായി വന്നെങ്കിൽ മാത്രമേ നല്ല ഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയുള്ളൂ. ജാതകഫലം നല്ലതും ഗ്രഹചാരഫലം മോശവുമാണെങ്കിൽ ജാതകഫലത്തിൽ പറഞ്ഞിട്ടുള്ള നല്ല ഫലങ്ങളിൽ കുറവ് വരും. രണ്ടും ദോഷപ്രദമാണെങ്കിലേ ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരികയുള്ളൂ. അതിനാലാണ് ഗ്രഹചാരവശാലുള്ള ശുഭാശുഭ സമയം മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങളും മുൻകൂട്ടി അറിഞ്ഞിരുന്നാൽ അതിൽ ഗുണമുണ്ട്. ഇപ്പോൾ നമ്മൾ ബൈക്കിൽ റോഡിൽ കൂടി സഞ്ചരിക്കുന്ന സമയം റോഡിൽ സ്പീഡ് ബ്രേക്കറോ കുഴികളോ ഉണ്ടോ എന്ന് ദൂരെ നിന്നും മനസ്സിലാക്കിയാൽ മാത്രമേ അപകടമില്ലാതെ മുന്നോട്ട് സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചാൽ നടുവ് ഒടിയുമെന്നുള്ളത് തീർച്ചയാണ്. അതുപോലെയാണ് ജ്യോതിഷവും. മുൻകൂട്ടി നല്ല സമയവും ദോഷസമയവും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വലിയ പരിക്കുകളില്ലാതെ മുമ്പോട്ട് പോകാം. അതായത് നല്ല സമയങ്ങളിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ദോഷസമയങ്ങളിൽ സംയമനം പാലിക്കുക എന്നുള്ളതുമാണ് ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകർ അല്പമെങ്കിലും ജ്യോതിഷത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അവർ പറയുന്നതാണോ ശരി, ഇവർ പറയുന്നതാണോ ശരിയെന്ന് മനസ്സിലാകാതെ വരും. ഇന്ന് എന്തിനും ഏതിനും രാജയോഗമാണെന്നാണ് പലരും പറയുന്നത്. കർത്തവാവായതിനാൽ ഈ നാളുകാർക്ക് രാജയോഗം, വെളുത്തവാവായതിനാൽ ഈ നാളുകാർക്ക് ധനം കുമിഞ്ഞുകൂടും. ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യയിൽ തൊട്ടാലോ അഥവാ ഏതെങ്കിലും പുഷ്പങ്ങളിൽ തൊട്ടാലോ
ആ നാളുകാരുടെ ഫലം കൃത്യമായി പറയും. കവടി നിരത്തിയപ്പോൾ ഇന്ന് ഈ നാളുകാർക്ക് രാജയോഗം കണ്ടു എന്നിങ്ങനെ പല വീഡിയോകളും നമുക്ക് കാണുവാൻ കഴിയും. ഇതിലൊക്കെയുള്ള തെറ്റും ശരിയും മനസ്സിലാകണമെങ്കിൽ ജ്യോതിഷത്തെക്കുറിച്ച് അല്പം ധാരണയെങ്കിലും ഉണ്ടായിരിക്കണം. ജ്യോതിഷത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അതേപോലെ അനുഭവത്തിൽ വരുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്, ശുഭഫലപ്രദനായ ശുക്രദശ നടക്കുമ്പോൾ വിവാഹം നടക്കുമെന്ന്. എന്നാൽ ജനനശിഷ്ടം 10 വയസ്സുവരെ ശുക്രദശയുള്ള ഒരു കുട്ടിയുടെ വിവാഹം ശുക്രദശയിൽ നടക്കുമോ? അത് വിവാഹപ്രായമാകുമ്പോൾ മറ്റ് ദശാസമയങ്ങളിലോ ശുക്രൻ്റെ അപഹാര സമയങ്ങളിലോ വിവാഹം നടക്കും. ഇതേപോലെ ജ്യോതിഷത്തിലെ ഓരോ കാര്യങ്ങളും കാലദേശങ്ങൾക്ക് അനുസൃതമായും മറ്റ് അനുകൂല പ്രതികൂല ഫലങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ. ജാതകം എഴുതുമ്പോൾ ജാതകഫലങ്ങളും ഓരോരോ സമയവും ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങളും രണ്ടും കൂടി കൂട്ടിയിണക്കി എഴുതുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പോഴപ്പോഴുള്ള ഗ്രഹചാര ഫലങ്ങൾ അതാത് സമയങ്ങളിൽ പറയുന്നത്. അപ്പോൾ പ്രിയ പ്രേക്ഷകർ ജ്യോതിഷത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ശ്രമിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ശുഭാശംസകൾ.